നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോട്ടറി വകുപ്പിൽ അട്ടിമറി ആരോപണവുമായി CITU. ആലപ്പുഴ ജില്ലാ ലോട്ടറി ഓഫീസിൽ മകന്റെ പേരിൽ ഏജൻസി എടുത്തുവെന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലും കണ്ടെത്തൽ. കടയിൽ വിൽക്കാതെ ലോട്ടറി മൊത്തം വിൽപ്പനക്കാർക്ക് മറിച്ച് വിൽക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ വിദ്യാർത്ഥി സംഘർഷം. ഏറ്റുമുട്ടലിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്ക്. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. എളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം ചേർന്നുള്ള മർദ്ദനം. സ്കൂളുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ പോലീസ് എത്തിയാണ് അടുത്ത ആശുപത്രിയിലെത്തിച്ചത്. അജ്ഞാത മൃതദേഹം കണ്ടത്. വിറക് ശേഖരിക്കാൻ പോയവർ. അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൂക്കാലി പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ വനത്തിലാണ് മൃതദേഹം കണ്ടത്. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് മൃതദേഹം കണ്ടത്. അഗളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലഹരി വിൽപ്പന പോലീസിൽ അറിയിച്ചു. സഹോദരങ്ങൾക്ക് നേരെ ആക്രമണം. തിരുവനന്തപുരത്ത് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരം പോലീസിൽ അറിയിച്ചതിന് യുവാക്കൾക്ക് നേരെ ആക്രമണം. വർക്കലയിലാണ് സംഭവം. ശ്രീനിവാസപുരം സ്വദേശിയായ കണ്ണനാണ് ആക്രമിച്ചത്. സംഭവത്തിൽ സഹോദരങ്ങളായ സൽമാൻ, സുൽത്താൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി വെട്ടുകത്തിക്കൊണ്ടാണ് ആക്രമിച്ചത്. കണ്ണന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിൽപ്പന യുവാക്കൾ പോലീസിൽ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആക്രമണം നടത്തിയത്. അമ്പിളിയെ കൊന്ന ഭർത്താവിനും കാമുകിക്കും ജീവപര്യന്തം. മാവേലിക്കരയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും കാമുകിക്കും ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി. നൂർനാട് സ്വദേശിനി അമ്പിളിയെ കൊലപ്പെടുത്തിയ കേസിലാണ് 1-ാം പ്രതിയായ ഭർത്താവ് സുനിൽകുമാർ, 2-ാം പ്രതിയും സുനിലിന്റെ കാമുകിയുമായ ശ്രീലത എന്നിവർക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ ശിക്ഷയും വിധിച്ചുകൊണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി P. ശ്രീദേവി ഉത്തരവായത്. 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു.